വെൽക്കം ടു എജുവിസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. മൈസെൽഫ് മീര, ഫാർമസി ഫാക്കൽറ്റി ആണ്. നമ്മളിവിടെ എജുവിസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഫാർമസി ഉണ്ട്, നഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻസിനുള്ള 50 hours ഓൺലൈൻ കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ GCC കൺട്രീസിലോട്ടുള്ള ലൈസൻസിങ് എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എജുവിസ് അക്കാഡമി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിനിക്കൽ കേസ് ഫയൽസിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം എ ഹൈപ്പർടെൻസീവ് പേഷ്യൻറ്റ് വാസ് ആക്സിഡൻ്റലി ഗിവൺ ആൻ alpha-2 agonist instead of an alpha-1 blocker. Which of the following is correct in this situation? ആദ്യം ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. അതായത് ഒരു ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻറ്റിന് നമ്മൾ alpha-1 ബ്ലോക്കർ കൊടുക്കുന്നതിന് പകരം alpha-2 agonist നമ്മൾ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ താഴെ പറയുന്ന സിറ്റുവേഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ആൻസർ ഈസ് alpha-2 agonist ക്യാൻ റെഡ്യൂസ് ബ്ലഡ് പ്രഷർ ഇൻ ദിസ് പേഷ്യൻറ്റ്. നമുക്കറിയാം alpha-2 agonist ആയാലും alpha-1 ബ്ലോക്കർ ആയാലും രണ്ടിൻ്റെയും ഫങ്ഷൻ എന്ത് തന്നെയാണ്? ആൻറ്റി ഹൈപ്പർടെൻസീവ് തന്നെയാണ്. അതായത് രണ്ടിനും BP കുറയ്ക്കുക എന്നുള്ളൊരു ഫങ്ഷൻ തന്നെയാണ് രണ്ടിനും ഉള്ളത്. അപ്പോൾ നമുക്ക് alpha-2 agonist can reduce blood pressure in this patient ആണ് നമ്മുടെ ഇതിൽ കറക്റ്റ് ആൻസർ. അതായത് നമ്മുടെ alpha-2 സ്റ്റിമുലേഷൻ നടന്നിട്ട് നോറെപ്പിനെഫ്രിൻ്റെയും എപ്പിനെഫ്രിൻ്റെയും റിലീസ് നടന്നിട്ട് എന്ത് ചെയ്യും? ബ്രെയിനിലോട്ട് തിരിച്ച് വിട്ടിട്ട് പിന്നെ അവിടുന്ന് BP കുറയ്ക്കുകയാണ്. പെരിഫറൽ വാസ്കുലർ റെസിസ്റ്റൻസ് കുറയ്ക്കും, BP കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ആൻസേഴ്സ് റോങ് ആയാൻ കാരണം എന്താ? alpha-2 agonist can increase the release of norepinephrine from sympathetic nerve terminals. alpha-2 agonistന് സിമ്പത്തറ്റിക് നെർവ് ടെർമിനൽസിന് നോറെപ്പിനെഫ്രിനെ റിലീസ് ചെയ്ത് തിരിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് ഇല്ല. അപ്പോൾ അത് റോങ് ആയിട്ടുള്ള ഒരു ആൻസറാണ്. ഇനി തേർഡ് ആൻസർ നോക്കൂ. alpha-2 agonist can increase BP in this patient ആണോ? അല്ല. നമ്മൾ ഓൾറെഡി പഠിച്ചു ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണ്, ഡിക്രീസ് BP ആണ് അല്ലേ alpha-2 agonist ആയത് കാരണം. ഇനി D. alpha-2 agonist will not affect blood pressure in this patient. എഫക്റ്റ് ചെയ്യും, അതായത് BP കുറയ്ക്കും. ഓക്കെ, ഇതിൻ്റെ റീസൺസ് നമുക്ക് നോക്കാം. alpha-2 agonist activate alpha-2 receptors located in the presynaptic terminal of sympathetic neurons and cause a reduction in the release of norepinephrine from the sympathetic nerve terminals to the postsynaptic neurons. This leads to a reduction in the BP. So, alpha-2 agonists such as clonidine and methyl-dopa are therefore used as an antihypertensive agents. അതായത് നമ്മൾ alpha-2 agonistനെ നമ്മൾ ക്ലോണിഡിൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ alpha-1ന് ഏതാ എടുക്കുക? നമ്മുടെ methyl-dopa അല്ലെങ്കിൽ പ്രസോസിൻ ആണ് എടുക്കുക. ഓക്കെ, അപ്പം മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An asthma patient was given a non-selective beta agonist to relieve bronchoconstriction. Which of the following adverse effects would you expect to see in this patient? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഒരു ആസ്മാറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻറ്റിന് നമ്മളെന്താ ബ്രോങ്കോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ബീറ്റ അഗോണിസ്റ്റ് ആണ് കൊടുത്തത്. യൂഷ്വലി നമ്മൾ എന്താ കൊടുക്കുക? ബീറ്റ അഗോണിസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുക. പക്ഷെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ബീറ്റ അഗോണിസ്റ്റ് ആണ് കൊടുത്തത്. എക്സാമ്പിൾ ഏത് പറയാം? നമുക്ക് ഐസോപ്രിനാലിൻ, അതുപോലെ തന്നെ ഐസോടെർപ്പിനോൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ആ പേഷ്യൻറ്റിന് എന്ത് അഡ്വേഴ്സ് ഇവൻറ്റ്സ് ആയിരിക്കും കാണുക? ഓക്കെ, ബ്രാഡിക്കാർഡിയ, ടാക്കിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ ആൻഡ് വേഴ്സണിങ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. ടാക്കിക്കാർഡിയ ആണ് നമ്മുടെ ആൻസർ. എന്താ വെച്ചാൽ നമ്മുടെ നോൺ സെലക്റ്റീവ് ബീറ്റ അഗോണിസ്റ്റ് β1, β2, β3 റിസപ്റ്റേഴ്സിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ BP ഹാർട്ട് റേറ്റ് കൂട്ടും, BP കൂട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് BP കൂടുകയാണ്, ഹാർട്ട് റേറ്റ് കൂടുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ബ്രാഡിക്കാർഡിയ അല്ല. ഓക്കെ, അതുപോലെ ഹൈപ്പർ ടെൻഷൻ അല്ല, ഹൈപ്പർ ടെൻഷനാണ് വരിക. ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? BP കൂടും. അപ്പോൾ എന്തല്ല? ഹൈപ്പർ ടെൻഷനും അല്ല ആൻസർ. ഇനി ഫോർത്ത് ആൻസർ നോക്കൂ. വേഴ്സണിങ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ അല്ല, β2 റിസപ്റ്റേഴ്സിൽ പോയി ആക്ട് ചെയ്തിട്ട് അവിടെ എന്താ സംഭവിപ്പിക്കുന്നത്? ബ്രോങ്കോ ഡൈലേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ അല്ല. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. Non-selective beta agonist activates both beta-1 as well as beta-2 receptors. ഞാൻ പറഞ്ഞു അല്ലേ, beta-1ലും beta-2ലും beta-3ലും ആക്ഷൻസ് ഉണ്ട്.
ഇനി β1 എന്ന് പറയുന്ന സമയത്ത് എവിടെ ആയിരിക്കും? ഹാർട്ടിലാണ് നമുക്കറിയാം. അപ്പോൾ β1 ആക്ടിവേഷൻ കോസസ് ആൻ ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്, ദാറ്റ് ഇസ് തക്കിക്കാർഡിയ. അതുപോലെ തന്നെ കൺട്രാക്ടിലിറ്റി, കണ്ടക്ഷൻ കൂട്ടും, ആൻഡ് സബ്സിക്വൻറ്റ് ഇൻക്രീസ് ഇൻ ദ ബ്ലഡ് പ്രഷർ. അപ്പോൾ ഹൈപ്പർ ടെൻഷനാണ്. ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്ന ആൻസർ റോങ് ആണ്. ഓക്കെ, ഇറ്റ് റിലീവ്സ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ബിക്കോസ് ദ β2 റിസെപ്റ്റർ ആക്ടിവേഷൻ. β2 ലങ്സിലാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ബ്രോങ്കിയോൾസിൻ്റെ ഡൈലേഷൻ സംഭവിപ്പിക്കും. അങ്ങനെ ബ്രോങ്കോ ഡൈലേഷൻ ആണ് ഉണ്ടാക്കുക. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 12-year-old boy who is allergic to peanuts was brought to the emergency room after accidentally consuming peanuts contained in fast food. He is in anaphylactic shock. Which of the following drugs would be most appropriate to treat this patient? അതായത് ഒരു 12 വയസ്സായിട്ടുള്ള ഒരു ആൺകുട്ടി എന്ത് ചെയ്തു? എമർജൻസി റൂമിലോട്ട് അഡ്മിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ആ കുട്ടി ഓൾറെഡി പീനട്സിനോട് അലർജിക് ആണ്. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തു? അറിയാണ്ട് ഫാസ്റ്റ് ഫുഡിൽ കണ്ടെയ്ൻ ചെയ്തിരുന്ന പീനട്ട്സ് അറിയാണ്ട് എന്ത് ചെയ്തു? കഴിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് വന്നു? അനാഫൈലാറ്റിക് ഷോക്ക്. അനാഫൈലാറ്റിക് ഷോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ എന്താ വെച്ചാൽ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷനാണ് നമ്മുടെ അനാഫൈലാറ്റിക് ഷോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് വുഡ് ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു ദിസ് പേഷ്യൻറ്റ്? ആ കുട്ടിക്ക് നമുക്ക് ഏത് ഡ്രഗ് ആണ് കൊടുക്കാൻ പറ്റുക? അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലാവും. എന്താണ്? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ അനാഫൈലാറ്റിക് ഷോക്ക്. അത് കേസിൻ്റെ രൂപത്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എപ്പിനെഫ്രിൻ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. നോറെപ്പിനെഫ്രിൻ ഹാസ് മോർ ആൽഫ അഗോണിസ്റ്റിക് ഇഫക്ട്സ് ആൻഡ് ആക്ടിവേറ്റ്സ് മെയിൻലി α1, α2 ആൻഡ് β1 റിസെപ്റ്റേഴ്സ്. അതായത് നമ്മൾ നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഓപ്ഷനിലുണ്ട്. അതിന് മോർ എന്താണ് ആക്ഷൻ ഉള്ളത്? ആൽഫ അഗോണിസ്റ്റിക് ആക്ഷൻ ആണ് ഉള്ളത്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് α1, α2 ആൻഡ് β1 റിസെപ്റ്റേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? അത് കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇനി എപ്പിനെഫ്രിൻ്റെ കേസ് എടുത്ത് നോക്കൂ. എപ്പിനെഫ്രിൻ ഹാസ് മോർ ബീറ്റ അഗോണിസ്റ്റിക് ഇഫക്റ്റ് ആൻഡ് ആക്ടിവേറ്റ്സ് മെയിൻലി α1, α2, β1 ആൻഡ് β2. ആൽഫയിലുമുണ്ട് ബീറ്റയിലുമുണ്ട് ആക്ഷൻ. ആർക്ക്? എപ്പിനെഫ്രിന്. ഇനി ഫീനൈൽ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന സമയത്ത് ആൽഫ എഫക്ട്സ് മാത്രമേ ഉള്ളൂ. α1 റിസെപ്റ്റേഴ്സിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. ഡോബ്യൂട്ടമൈൻ ആണെങ്കിൽ എന്താണ്? ഡോബ്യൂട്ടമൈൻ മെയിൻലി ആക്ടിവേറ്റ്സ് β1 റിസെപ്റ്റേഴ്സ് ആൻഡ് ഹാസ് നോ സിഗ്നിഫിക്കൻറ്റ് എഫക്ട്സ് ഓൺ β2 റിസെപ്റ്റേഴ്സ്. അതായത് ഇതിന് ഓരോന്നിനും ഓരോ സ്ഥലത്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ. അപ്പം ഇവിടെ നോക്കുക, അനാഫൈലാറ്റിക് ഷോക്കിന് നമ്മൾ എപ്പിനെഫ്രിൻ കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ? ആ കണ്ടീഷനിൽ നമ്മുടെ എപ്പിനെഫ്രിന് എന്തിൻ്റെ ആക്ഷൻ ഉണ്ട്? β1ലും ആക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ β2ലും ആക്ടിവേഷൻ ഉണ്ട്. അതായത് β1 എന്ന് പറയുന്ന ഹാർട്ടിലാണ്. ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടും, അപ്പോൾ ബി പിയും കൂടും. ഇനി β2 ആക്ടിവേഷൻ ആണെങ്കിലോ ലങ്സിലാണ് ആക്ട് ചെയ്യുക. ബ്രോങ്കിയോൾസിൻ്റെ ഡൈലേഷൻ സംഭവിച്ച് ബ്രോങ്കോ ഡൈലേഷൻ ആണ് ഉണ്ടാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A 70-year-old patient was brought to emergency room with a blood pressure of 76/60 mmHg, tachycardia and low cardiac output. He was diagnosed with acute heart failure. Which of the following drugs would be the most appropriate to improve his cardiac function? അതായത് ക്വസ്റ്റൻ എന്താ വെച്ചാൽ നമ്മുടെ ഒരു 70 years ഓൾഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ എമർജൻസി റൂമിലോട്ട് അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ്? ആൾക്ക് ബി പി വളരെ കുറവാണ്. എത്രയാണ്? 76/60 mmHg അല്ലേ? നല്ല കുറവാണ്. അതുപോലെ തന്നെ ടാക്കിക്കാർഡിയ, അതായത് ഹാർട്ട് റേറ്റ് കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ എന്താണ്? ലോ കാർഡിയാക് ഔട്ട്പുട്ട് ആണ്. അപ്പം ആൾ ഡയഗ്നോസ് ചെയ്തത് എന്താണ്? അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ പേഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ താഴെ പറയുന്നതിൽ ഏത് ഡ്രഗ്സാണ് കാർഡിയാക് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന സമയത്ത് ഡോബ്യൂട്ടമൈൻ ആണ്. ഡോബ്യൂട്ടമൈൻ മെയിനായിട്ടും അക്യൂട്ട് ഹാർട്ട് ഫെയിലിയറിൽ കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. അതായത് മീൻസ് കാർഡിയാക് ഫങ്ഷൻ കൂട്ടുന്ന ഒരു ഡ്രഗാണ്. അതായത് നമ്മൾ മെയിൻലി കാർഡിയാക് സർജറിക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡ്രഗാണ് ഈ ഡോബ്യൂട്ടമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ റീസൺ നോക്കാം. Among the choices, the ideal drug to increase contractility and heart in
ഓഫ് ദ ഹാർട്ട് ഇൻ അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ ഈസ് ഡോബ്യൂട്ടാമൈൻ. ഞാൻ പറഞ്ഞു ഹാർട്ടിൽ അക്യൂട്ട് ഹാർട്ട് ഫെയിലിയറിൽ നമ്മളെന്താ കോൺട്രാക്ടിലിറ്റി കണ്ടക്ഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഡ്രഗാണ് ആര്? ഡോബ്യൂട്ടാമൈൻ എന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് ഈസ് എ സെലക്റ്റീവ് ബീറ്റ-1 അഡ്രിനാർജിക് അഗോണിസ്റ്റ്. അതെന്താണ്? സെലക്റ്റീവ് ആയിട്ടുള്ള ബീറ്റ-1 അഡ്രിനാർജിക് അഗോണിസ്റ്റ് ആണ്. ഓക്കെ. ഫെനോൾഡോപ്പം ഈസ് എ ഡോപ്പമൈൻ അഗോണിസ്റ്റ്. അറിയാം നമുക്ക് D1 അഗോണിസ്റ്റ് ആണ് നമ്മുടെ ഫെനോൾഡോപ്പം എന്ന് പറയുന്ന സംഭവം. അത് ഏതിനാ കൊടുക്കുക? നമ്മുടെ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് ഒക്കെ കണ്ടീഷൻസില്ലേ, അതിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? ഫെനോൾഡോപ്പം എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ മെയിൻലി കൊടുക്കുക. ഓക്കെ. അതർ ഡ്രഗ്സ് ആർ നോൺ സെലക്റ്റീവ് അഡ്രിനാർജിക് അഗോണിസ്റ്റ് ദാറ്റ് കുഡ് കോസ് അൺവാണ്ടഡ് സൈഡ് എഫക്ട്സ്. നമ്മുടെ ഏതായിരുന്നു നമ്മുടെ ഓപ്ഷൻസ്? എപ്പിനെഫ്രിനും ഐസോപ്രോട്ടീറിനോളും. ഈ രണ്ട് ഡ്രഗും എന്താണെന്ന് പറയുന്നത്? അതായത് നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള അഡ്രിനാർജിക് അഗോണിസ്റ്റ് ആണ്. അതെന്ത് ചെയ്യും? അൺവാണ്ടഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് കോസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഡോബ്യൂട്ടമൈൻ ആണ് നമ്മൾ അവിടെ മെയിനായിട്ടും കൊടുക്കുന്നത്. ഇറ്റ്സ് എ സെലക്റ്റീവ് ബീറ്റ-1 adrenergic agonist. Okay. Next question. One of your patients who is hypertensive and gets mild asthma attacks occasionally bought an herbal remedy online to help with his asthma. He is not on any asthma medications currently, but is receiving a beta-1 selective blocker for his hypertension. The herbal remedy seems to relieve his asthma attacks, but his blood pressure seems to increase despite the beta blocker therapy. Which of the following drugs is most likely present in the herbal remedy he is taking? നമ്മൾ ഈ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നല്ലപോലെ ഇരുന്ന് വായിക്കുക. വായിച്ച് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ടാർഗറ്റഡ് ആൻസർ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്താൽ മാത്രം മതി. അതായത് ഒരു പേഷ്യൻ്റ് എന്താ ഒരു ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള പേഷ്യൻ്റാണ്. ഓൾറെഡി അയാൾക്ക് എന്തുണ്ട്? ആസ്മ ഉണ്ട് അല്ലേ? ഒരു മൈൽഡ് ആസ്മ ഉണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? നമ്മുടെ പരസ്യമൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്തു? അയാളൊരു ആസ്മയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ച് കഴിച്ചു. ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പഞ്ചക കസ്തൂരി, ബ്രീത്ത് ഈസി, അങ്ങനത്തെ ഒരു ഓൺലൈൻ ഹെർബൽ റെമഡി അയാൾ എന്ത് ചെയ്തു? കഴിച്ചു. അപ്പോൾ ഓൾറെഡി അയാൾ ഹൈപ്പർ ടെൻസീവ് പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. ഓൾറെഡി ഹി ഈസ് ടേക്കിംഗ് നമ്മുടെ ബീറ്റ-1 സെലക്റ്റീവ് ബ്ലോക്കർ. എക്സാമ്പിൾ ഏത് പറയാം? നമുക്ക് പ്രൊപ്പനോൾ പറയാം, മെറ്റോപ്രോളോൾ പറയാം. ആ ഡ്രഗ് ഓൾറെഡി ആൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഹെർബൽ റെമഡി ആസ്മ അറ്റാക്സ് ഒക്കെ കുറച്ചു. പക്ഷേ ആളുടെ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലേ? കണ്ടോ? ബട്ട് ഹിസ് ബ്ലഡ് പ്രഷർ സീംസ് ടു ഇൻക്രീസ് ഓൾറെഡി ഡെസ്പൈറ്റ് ബീറ്റ ബ്ലോക്കർ തെറാപ്പി. ഓൾറെഡി അയാൾ ബീറ്റ ബ്ലോക്കർ തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല? BP കുറയുന്നില്ല. അപ്പോൾ ഏത് ഡ്രഗ്സാണ് ഈ താഴെ പറയുന്നതിൽ ഏത് ഡ്രഗ്സാണ് നമ്മുടെ ഹെർബൽ റെമഡിയിൽ ഉണ്ടാവാൻ ചാൻസ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഹെർബൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫാർമക്കോഗ്നസി റിലേറ്റഡ് ആണ് അല്ലേ? അപ്പം ഇതിൽ നോക്കൂ, ഫീനൈലെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, ഡോബ്യൂട്ടമൈൻ, എഫിഡ്രിൻ, സാൽമെട്രോൾ. ഇതിൽ നമ്മുടെ പ്ലാന്റ് ആൽക്കലോയിഡ്സിന് അല്ലെങ്കിൽ നമുക്ക് ഫാർമക്കോഗ്നസി റിലേറ്റഡ് ആയിട്ട് നമുക്ക് പ്ലാന്റ് ആൽക്കലോയിഡ്സിന് ഡിറൈവ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് നമ്മുടെ എഫിഡ്രിൻ. അതായത് എഫിഡ്ര എന്ന് പറയുന്ന പ്ലാന്റ് സോഴ്സിൽ നിന്നാണ് എഫിഡ്രിൻ എന്ന് ചെയ്യുന്നത് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എഫിഡ്രിൻ ആണ് ആ ഹെർബൽ റെമഡിയിൽ ഉണ്ടായിരുന്ന കണ്ടൻറ്റ്. ബാക്കിയുള്ള റീസൺസ് നമുക്ക് നോക്കാം. 2 drugs among the choices that could relieve asthma are ephedrine and salmeterol. അതായത് ആസ്മ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഓപ്ഷൻസ് നിന്ന് കൊടുക്കാൻ പറ്റുന്ന 2 ഡ്രഗാണ് നമ്മുടെ എഫിഡ്രിനും സാൽമെട്രോളും. ഓക്കെ. As they activate beta-2 receptors in the bronchioles and cause bronchodilation. അവരുടെ പണി എന്താ? അതായത് നമ്മുടെ 2 ഡ്രഗ്സ് ആയിട്ടുള്ള എഫിഡ്രിനും സാൽമെട്രോളും ബീറ്റ-2 റിസെപ്റ്റേഴ്സിൽ പോയി ആക്ട് ചെയ്യും. ബീറ്റ-2 എവിടെയുള്ളത്? നമ്മുടെ ലങ്സിനാണുള്ളത്. ലങ്സിലുള്ള ബ്രോങ്കിയോൾസിലുണ്ട്. ആ ബ്രോങ്കിയോൾസിനെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ബ്രോങ്കോ ഡൈലേഷനാണ് ഉണ്ടാക്കുക. അങ്ങനെയാണ് ആസ്മയ്ക്ക് ക്യൂർ ഉള്ളത്. ഓക്കെ. അപ്പം however, salmeterol is a selective beta-2 agonist and should not cause an increase in the blood pressure. 2 drugs among the choices that could relieve asthma are ephedrine and salmeterol. നമ്മുടെ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ്? നമ്മുടെ ആസ്മ അറ്റാക്സിന് കൊടുക്കുന്ന ഡ്രഗ്സ് ഒന്ന് എഫിഡ്രിനും ഒന്ന് സാൽമെട്രോളും ആണ് നമ്മൾ മെയിനായിട്ട് ആസ്മ അറ്റാക്സിന് കൊടുക്കുക. അപ്പോൾ അവരെന്താ
അവർ നമ്മുടെ ബീറ്റ ടു റിസെപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ലങ്സിലുള്ള ബ്രോങ്കിയോൾസിനെ ഡൈലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ബ്രോങ്കോ ഡൈലേഷനാണ് ഉണ്ടാക്കുക. ഓക്കെ, പക്ഷേ സാൽമെട്രോൾ ഈസ് എ സെലക്റ്റീവ് ബീറ്റ2 agonist ആൻഡ് ഷുഡ് നോട്ട് കോസ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. അപ്പോൾ സാൽമെട്രോൾ എന്ന് പറയുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള ബീറ്റ2 agonist ആണ്. അവരൊരിക്കലും ഇപ്പോൾ എന്ത് ചെയ്യില്ല, ബ്ലഡ് പ്രഷർ കൂട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ ഡ്രഗ് ഏതാ ഉള്ളത്? എഫിഡ്രിൻ ആണല്ലോ അല്ലേ. അപ്പോൾ എഫിഡ്രിൻ ഓൺ ദ അതർ ഹാൻഡ് സ്റ്റിമുലേറ്റ്സ് ദ റിലീസ് ഓഫ് നോറെപ്പിനെഫ്രിൻ ആൻഡ് ആക്ട്സ് ആസ് എ ഡയറക്റ്റ് അഗോണിസ്റ്റ് അറ്റ് alpha and beta adrenergic receptors thus causing an increase in blood pressure. അതായത് നമ്മുടെ എഫിഡ്രിൻ എന്ന് പറയുന്നത് ബി പി കൂട്ടും. അതായത് നമ്മുടെ ഡയറക്റ്റ്ലി ആക്ടിങ് ആയിട്ടുള്ള ആൽഫ ആൻഡ് ബീറ്റ അഡ്രിനർജിക് റിസെപ്റ്റേഴ്സിൽ പോയി ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും അവിടെ നിന്ന് ബി പി കൂട്ടും, ബ്രോങ്കോ ഡൈലേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ബാക്കി 2 ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? നമ്മുടെ ഫീനൈലെഫ്രിനും നോറെപ്പിനെഫ്രിനും. ഓക്കെ, ഫീനൈലെഫ്രിൻ എന്ന് പറയുന്നത് ഒരു നോൺ സെലക്റ്റീവ് ആയിട്ടുള്ള ആൽഫ അഗോണിസ്റ്റ് ആണ്. അതിനെന്തില്ല, ബ്രോങ്കോ ഡൈലേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇല്ല. ഇനി നോറെപ്പിനെഫ്രിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, ഇറ്റ്സ് ഓൾസോ എ നോൺ സെലക്റ്റീവ് അഡ്രിനർജിക് അഗോണിസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഹാവ് എനി സ്റ്റിമുലേറ്ററി എഫക്ട്സ് ഓൺ ബീറ്റ2 റിസെപ്റ്റേഴ്സ്. ബീറ്റ2ൽ എന്തില്ല, സ്റ്റിമുലേറ്ററി എഫക്ട്സ് ഒന്നും തന്നെ ആർക്കില്ല, നമ്മുടെ നോറെപ്പിനെഫ്രിന് ഇല്ല. ഓക്കെ, ഓൾസോ നോറെപ്പിനെഫ്രിൻ ഈസ് നോട്ട് ഗിവൺ ഓറലി നമ്മൾ എന്ത് കൊടുക്കുന്നില്ല, നോറെപ്പിനെഫ്രിൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആ ഹെർബൽ റെമഡിയിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രഗ് എന്ന് പറയുന്നത് ഏതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? എഫിഡ്രിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം.